ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്നത്തെ കുട്ടികൾക്കൊന്നും അറിയാത്ത പണ്ടത്തെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ തലയിൽ വെച്ചിരിക്കുന്നത് പ്ലാവല കൊണ്ടുള്ള കിരീടമാണ്. ഇപ്പം വെള്ളക്ക കൊണ്ടുള്ള കമ്മൽ, ഓലയില കൊണ്ടുള്ള കണ്ണാടി, വാച്ച് ഓലയില കൊണ്ടുള്ള വാച്ച്, പിന്നെ കഴുത്തേല ചീനിയുടെ ഇല കൊണ്ടുള്ള മാലയാണ്. പഴയ കാലങ്ങളിൽ നിരവധി കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു. വെള്ളക്കായും ഓലയും കൊണ്ടും ഈർക്കിലും കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ അത് കൂടുതൽ ഉണ്ടാക്കുന്നതും അതെങ്ങനെയാണെന്നൊക്കെ കാണിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തം ഒന്ന് കാണണം. ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കാളവണ്ടിയാണ്. വെള്ളക്കായും പ്ലാവിലയും ഈർക്കിലും വെച്ച് കാളവണ്ടി ഉണ്ടാക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പണ്ട് ഞാൻ ഇതുപോലത്തെ കാളവണ്ടിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു കൊച്ചിലെ. പണ്ടൊക്കെ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയാണ് ഒത്തിരി കളിച്ചിട്ടുണ്ട്. നടക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ. അപ്പം ഈ ഇലയൊക്കെ പെറുക്കി ഇങ്ങനെ വെച്ച് കാളവണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒത്തിരി. എങ്ങനെയാണ് ഒട്ടിക്കൊണ്ട് നടക്കുന്നത്? ഇത് ചരട് കെട്ടിയിട്ട് ഞാനത് വലിച്ചു നോക്കുകയാണിത്. ഞാൻ തേരാണ് ഉണ്ടാക്കുന്നത്. വെള്ളക്കായ ഇറക്കലും വെച്ച് തേരുണ്ടാക്കും. ഇപ്പോൾ തേരുണ്ടാക്കുകയാണ്. തേരുണ്ടാക്കി വലിച്ചു നടക്കുമായിരുന്നു പണ്ട്.
ഇതിപ്പോൾ ഞാൻ തേര് വലിക്കുവാണ്. അതായത് ഇത്രയും കളിപ്പാട്ടങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒത്തിരി കളിപ്പാട്ടങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ ഇപ്പം ഞാൻ ഇത്രയാണ് ഉണ്ടാക്കിയത്. ഇപ്പം ഇനിയും ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ട്. ഇപ്പം ഇതിലെ കാളവണ്ടിയുണ്ട്, കമ്മലുണ്ട്, കിരീടമുണ്ട്, കണ്ണാടിയുണ്ട്, വാച്ചുണ്ട്, തേരുണ്ട്, മാലയുണ്ട്. ഇതൊക്കെ വെച്ചായിരുന്നു പണ്ടത്തെ കുട്ടികളൊക്കെ കളിക്കുന്നത്. ഇപ്പം ഇന്നത്തെ ആർക്കും അത് അറിയത്തില്ല ഇതിനെക്കുറിച്ച്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ലൈക്ക് ചെയ്യണം ഇഷ്ടമായെങ്കിൽ. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.